നീരറ്റ മണ്ണിന്റെ നിത്യദാഹങ്ങളിൽ തോരാതെ പെയ്യുന്ന വർഷമാണ് രക്തസാക്ഷികൾ എന്ന് അനുസ്മരിച്ചുകൊണ്ട് എവിടെ മനുഷ്യന് മർദ്ദനം ഏൽക്കുവതന്റെ പുറത്താകുന്നു എന്ന് പറയുന്ന മാർക്സിസത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ സംഗീതം വിളിച്ചോതിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കേരള സംസ്ഥാന സമ്മേളനത്തിന് ദേശിംഗനാട്, ചരിത്രമുറങ്ങുന്ന ദേശിംഗനാട് വേദിയാകുകയാണ്. സംസ്ഥാന സമ്മേളനത്തിന്റെ മുദ്രയായി മാറുന്ന ലോഗോ പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ് ഇന്ന് ഈ അറബിക്കടലിന്റെ തീരത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ലോഗോ പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലേക്ക് ഈ നാടിന്റെ എല്ലാ മേഖലയിൽ നിന്നുമുള്ളവർ എത്തിച്ചേരുകയാണ്. ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവ് KN ബാലഗോപാൽ ഇവിടെ ലോഗോ പ്രകാശനം ചെയ്യും. ആ പ്രകാശനം ചെയ്ത ചടങ്ങിൽ മലയാളത്തിന്റെ സ്നേഹമുള്ള കവി, കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട കവി സഖാവ് കുരീപ്പുഴ ശ്രീകുമാർ, മലയാള സാഹിത്യത്തിന്റെ സ്നേഹത്തിന്റെ ലാവണ്യം പകർന്ന സഖാവ് അശോകൻ ചെരുവിൽ, എമി എബ്രഹാം, കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട മേയർ പ്രസന്ന ഏണസ്റ്റ്, ഇരവിരം മണ്ഡലത്തിലെ ജനകീയനായിട്ടുള്ള MLA സഖാവ് M നൗഷാദ്, കൊല്ലത്തിന്റെ നിയമസഭാ സാമാജികൻ സഖാവ് M മുകേഷ് എന്നിവർ പങ്കെടുക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് PK ഗോപനും ഈ വേദിയെ സമ്പന്നമാക്കും. ഇവിടെ ഇപ്പോ ഈ ലോഗോ പ്രകാശന ചടങ്ങിൽ നിങ്ങൾക്ക് സംഗീതം പകർന്നു നൽകുന്നത് ചരിത്രമുറങ്ങുന്ന കൊല്ലം ശ്രീനാരായണ കോളേജിലെ വനിതാ വിദ്യാർത്ഥിനികളാണ്. ഈ ലോഗോ പ്രകാശന ചടങ്ങിന് പ്രകാശന സമയത്തിന് തബലയുടെ സംഗീതം പകരുന്നത് കൊല്ലം ശ്രീനാരായണ കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള ആദർശ് M ബാബുവാണ്. അങ്ങനെ സർഗലാവണ്യം കൊണ്ട് സമ്പന്നമാകുന്ന ഈ വേദിയിൽ വരാൻ പോകുന്ന ദിനരാത്രങ്ങളിൽ കൊല്ലത്തിന്റെ, കേരളത്തിന്റെ ചരിത്രമായി മാറുന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ മുദ്ര ഇവിടെ അനാവരണം ചെയ്യപ്പെടും. ഈ ചടങ്ങിലേക്ക് ഈ ശബ്ദപരിധിയിലുള്ള മുഴുവൻ പേരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ലോഗോ പ്രകാശന ചടങ്ങ് ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് S സുദേവനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി വരുന്ന മാർച്ച് 6 മുതൽ 9 വരെ തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ ലോഗോ പ്രകാശന ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി റിസപ്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് B തുളസീധരക്കുറുപ്പിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ കൂടിയായിട്ടുള്ള സഖാവ് S സുദേവൻ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സഖാവ് KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഖാക്കളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ,
CPIM-ന്റെ 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ചേരുകയാണ്. അതിനു മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വച്ച് മാർച്ച് 6, 7, 8, 9 തീയതികളിലായി നടത്താൻ വേണ്ടി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും ആ അടിസ്ഥാനത്തിൽ സ്വാസംഘം രൂപീകരിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. CPM-ൽ കൊല്ലം ജില്ലയിലെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനം അതിൻ്റെ ആതിഥേയത്വം, അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ഏറ്റവും വലിയ മഹത്തായ സംഭവമായി കാണുകയാണ്, വലിയ ഭാഗ്യമായി കാണുകയാണ്. എന്തെന്നാൽ ഏറ്റവും അവസാനം കൊല്ലം ജില്ലയിൽ ഇതുപോലെ ഒരു സംസ്ഥാന സമ്മേളനത്തിന് ആതിഥ്യം വഹിക്കാൻ കഴിഞ്ഞത്, അതിൻ്റെ ചുമതല വഹിക്കാൻ കഴിഞ്ഞത് 1995-ലാണ്. 30 വർഷത്തിനിപ്പുറമാണ് വീണ്ടും അത്തരത്തിലൊരു ദൗത്യം നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം ജില്ലയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിക്കുന്നത്. വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തുമ്പോൾ ലോകത്തും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമെല്ലാം നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ചു നോക്കുമ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായ തൊഴിലാളി വർഗ പ്രസ്ഥാനമായ CPM-ന്റെ സമ്മേളനം കൊല്ലത്ത് ചേരുന്നതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്, ഗൗരവമുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. ഒരു ചരിത്ര സംഭവമായി, ജനകീയ ഉത്സവമായി എല്ലാ അർത്ഥത്തിലും സർവ്വതലങ്ങളിലും ഈ സമ്മേളനത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ജനകീയ ഉത്സവമായി എല്ലാ കുടുംബങ്ങളിലും, കൊല്ലം ജില്ലയിലെ എല്ലാ കുടുംബങ്ങളിലും അതിൻ്റെ സന്ദേശം എത്തിക്കുക എന്ന അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. ആ നിലയിൽ ഒരു ജനകീയ ഉത്സവമായി അതിൻ്റെ കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്യുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ സമാരംഭം കുറിച്ചുകൊണ്ടാണ് അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് ഇന്നിപ്പോൾ ഇവിടെ ഈ ചരിത്രമുറങ്ങുന്ന കൊല്ലം ബീച്ചിൽ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്, സമാരംഭിക്കുന്നത്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ട്. അവരെല്ലാം അവരുടെ ചെറിയ പ്രസംഗങ്ങളിൽ കൂടി കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന സഖാവ് S. സുദേവൻ, CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയെ ഞാൻ നിങ്ങളേവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രകാശനം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ കൊല്ലം ജില്ലയുടെ അഭിമാനം കൂടിയായിട്ടുള്ള, നേരത്തെ ഇവിടെ പാർട്ടിയുടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി തന്നെ ചുമതല വഹിക്കുകയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ട് വർഗപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിക്കുകയും ഇപ്പോൾ പിണറായി ഗവൺമെൻറ്റിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലാളികളെയും ബഹുജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ, ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അനവരതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാവ് KN ബാലഗോപാലിനെ ഞാൻ ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ചടങ്ങിൽ നമുക്കറിയാം
ജനകീയ കവിയും കൊല്ലത്തിൻ്റെ അഭിമാനവുമായിട്ടുള്ള സാവ് കുരിപ്പഴ ശ്രീകുമാർ, അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരും. ഇവിടെ മറ്റൊരു ചടങ്ങിൽ തൊട്ടടുത്തുണ്ട്, അദ്ദേഹം ഉടനെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത കഥാകാരൻ, നിങ്ങൾക്കേവർക്കും സുപരിചിതനായ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് അശോകൻ ചെരുവിലിനെ നിങ്ങളേവരുടെയും പേരിൽ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. എബ്രഹാം, ബഹുമാനപ്പെട്ട മേയർ പ്രസന്ന ഏണസ്റ്റ്, MLA-മാരായിട്ടുള്ള സഖാക്കൾ M. നംഷാദ്, M. മുകേഷ്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ PK ഗോപൻ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള K. രാജഗോപാൽ, J. മേഴ്സിക്കുട്ടിയമ്മ, K. വരദരാജൻ തുടങ്ങി സൂസൻ കോടി തുടങ്ങി നേതാക്കന്മാരും മറ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരും സഖാക്കളും അഭ്യുദയകാംക്ഷികളും എല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട്. എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന കൗതുകത്തോടെ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കടമയിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. അഭിവാദ്യങ്ങൾ. ലോഗോ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് KN ബാലഗോപാലിനെ പ്രസംഗം നടത്തിയിട്ട് പ്രകാശനം ചെയ്യുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സ്വയ സുദേവൻ, ഈ വേദിയിലുള്ള വളരെ ബഹുമാനരായ വിശിഷ്ട അതിഥികൾ, ഈ പരിപാടിക്കായിട്ട് പുറത്തുനിന്നെത്തിയ ശ്രീ അശോകൻ ചെരുവിലും കുരിപ്പഴയുമുണ്ട്, നമ്മുടെ MLA-മാർ, മേയർ എല്ലാവരുമുണ്ട്. ഞാൻ എല്ലാം പ്രമുഖ നേതാക്കന്മാരാണ്, പേരെടുത്ത് ആരുടെയും പറയുന്നില്ല. ഇവിടെ പങ്കെടുക്കുന്ന അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഈ സംഘടക സമിതിയുടെ ഭാരവാഹികളെ, നേതാക്കന്മാരെ, ഇവിടെ കേട്ടുകൊണ്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ബഹുജനങ്ങളെ, സുഹൃത്തുക്കളെ, CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം ഈ വരുന്ന മാർച്ച് മാസം 6 മുതൽ 9 വരെ കൊല്ലത്ത് വച്ച് നടക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഓരോ ജില്ലാ സമ്മേളനത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്ത് സംസ്ഥാനത്തെ അടുത്ത 3 വർഷക്കാലത്തേക്കുള്ള പാർട്ടിയുടെ പ്രവർത്തനവും സംഘടനാ കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഭാവിയിൽ കേരള സമൂഹം ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ, കേരളത്തിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തായിരിക്കണം ഭാവി കേരളത്തിൻ്റെ കാര്യങ്ങളെന്ന പൊതു ഭാവിയെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ് കൊല്ലത്ത് നടക്കുന്നത്. CPM-ൻ്റെ 24ാമത് പാർട്ടി കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം മധുരയിൽ വെച്ചാണ് ഏപ്രിൽ മാസത്തിൽ ചേരുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കൊല്ലത്ത് ഈ സമ്മേളനം നടക്കുമ്പോൾ നമ്മളെല്ലാം സംബന്ധിച്ച് ഇത് വളരെ വ്യത്യസ്തമായ, വളരെ അപൂർവമായി കിട്ടുന്ന ഒരു സാഹചര്യം ആണ് എന്നാണ് സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം CPM സംസ്ഥാന സമ്മേളനം ഏറ്റവും ഒടുവിൽ കൊല്ലത്ത് വെച്ച് നടന്നത് 30 വർഷം മുമ്പാണ്. അത് 1995-ലാണ്. 1995-ന് ശേഷം വീണ്ടും 30 വർഷം കഴിയുമ്പോഴാണ് ഒരു സംസ്ഥാന സമ്മേളനത്തിന് സ്വാഗതം ഓതുവാൻ, സംഘടിപ്പിക്കുവാൻ കൊല്ലത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് CPM-ൻ്റെ പ്രവർത്തകർക്ക് അവസരം കിട്ടുന്നത്. 30 വർഷം ചെറിയൊരു കാലയളവല്ല, ഒരു തലമുറ മാറുന്ന ഒരു ഘട്ടമാണ്. അത്രയും ദീർഘമായ കാലത്തിനിടയിലാണ് ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ പറ്റുന്നത്. അതിനു മുമ്പ് 1971-ലാണ് സമ്മേളനം നടന്നിട്ടുള്ളത് എന്നാണ്. അന്ന് ആ സമ്മേളനത്തെപ്പറ്റി കണ്ടിട്ടുള്ളവരും അറിയുന്നവരും വളരെ കുറവായിരിക്കും എന്നെനിക്കറിയാം. CPM-ൻ്റെ സമ്മേളനങ്ങൾ മറ്റ് സംഘടനകളുടെ സമ്മേളനങ്ങൾ പോലെയല്ല എന്ന് ഇടതുപക്ഷ രാഷ്ട്രീയം നോക്കുന്നവർക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി വെച്ച് കൃത്യമായ ഒരു കാലയളവിൽ സംഘടനയുടെ താഴെ പാർട്ടിയുടെ ഏറ്റവും സാധാരണ മെമ്പർമാരടങ്ങുന്ന ബ്രാഞ്ച് മുതൽ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്ത്
മുകളിലേക്ക് വരുന്ന ഒരു സമ്മേളന രീതിയാണ്. 6 മാസമെങ്കിലും എടുത്തിട്ടാണ് ബ്രാഞ്ചിൽ നിന്ന് സമ്മേളനം സംസ്ഥാന തലത്തിലേക്ക് എത്തുക, അഖിലേന്ത്യാ തലത്തിലേക്ക് എത്തുക. പാർട്ടിയുടെ അടുത്ത 3 വർഷക്കാലത്തേക്ക് ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പ്രമേയവും ഇതിൻ്റെ പിന്നാലെ ഇനി ചർച്ച ചെയ്യും. ഇതെല്ലാം എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പാർട്ടിക്കാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നവരാണല്ലോ, കമ്മിറ്റി കൂടുന്നവരാണല്ലോ, സമ്മേളനമാണല്ലോ. അതേസമയം ഞങ്ങളെയൊക്കെ കണ്ടുപിടിക്കൂ, ഞങ്ങളുടെ സമ്മേളനങ്ങളൊന്നും അത്ര സമയമെടുക്കത്തില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് സമ്മേളനം ചേരുമെന്ന് പറയുന്ന ചില കക്ഷികളുണ്ട്, രാഷ്ട്രീയ കക്ഷികൾ. അപ്പോൾ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നു. പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനതല നേതൃത്വ യോഗം ഇപ്പോൾ വിളിച്ചിരുന്നതാണ്. അപ്പോൾ വിളിച്ചിരുന്ന ആ യോഗം കേരളത്തിലെ പ്രമുഖ പ്രതിപക്ഷ കക്ഷിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ. ഒരു നേതാവ് വേറൊരു നേതാവിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ സമ്മേളനം തന്നെ മാറ്റിവെച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ കണ്ടു കാണും. ഞാൻ അത്തരം ഒരു വിവാദ കാര്യങ്ങളിലേക്ക് പോകാനല്ല പറയുന്നത്, ഞാൻ സംഘടനകളുടെ സമ്മേളനത്തിൻ്റെ സ്വഭാവം പറഞ്ഞതാണ്. അതുകൊണ്ട് KPCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം തന്നെ മാറ്റിവെച്ചു. ആ സമ്മേളനം ഒരു യോഗമാണ്, അതത് സംഘടനയുടെ കാര്യമാണ്, അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിലേക്ക് ഞാൻ പറയുന്നതല്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന് ഈ സമ്മേളനം ചേരും. ഈ സമ്മേളനത്തിൻ്റെ ഒറ്റ പ്രാധാന്യം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം ഇതേപോലെ ഉള്ള സമ്മേളനങ്ങളിൽ വെച്ച് പൊതുവിൽ രാഷ്ട്രീയമായി എടുക്കേണ്ട നിലപാടുകളെ സംബന്ധിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുന്നത്. 1957 കേരളത്തിലെ 1ാമത്തെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ, EMSൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. ആ മന്ത്രിസഭ നടപ്പിലാക്കിയ ഏറ്റവും പ്രമുഖമായ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശമായിരുന്നു. ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കാനുള്ള അവകാശമായിരുന്നു. ഈ നാട്ടിലെ പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യാനും തൊഴിൽ കിട്ടാനുമുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യമായിരുന്നു. ആ പ്രാധാന്യമൊക്കെ വന്നത് 1956 പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ അംഗീകരിച്ച ഒരു പ്രധാനപ്പെട്ട കേരളം എങ്ങനെയായിരിക്കണമെന്നുള്ള രേഖയുടെ അടിസ്ഥാനത്തിലാണ്. ആ രേഖ സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചതാണ്. അതാണ് മാനിഫെസ്റ്റോ ആയിട്ട് വന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന് കയറിക്കിടക്കാൻ ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കിട്ടാനുള്ള, കുടികിടപ്പവകാശം കിട്ടാനുള്ള ഒന്നാമത്തെ തീരുമാനമാണ്. ആ നിയമം EMS മന്ത്രിസഭ കൊണ്ടുവന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് വരെ സ്വന്തമായിട്ട് ഭൂമിയില്ലാതിരുന്ന 35 ലക്ഷം ആളുകൾക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായത്. അതിനുശേഷം വിദ്യാഭ്യാസ ബില്ലൊക്കെ ആ സമയത്തുണ്ടായി. ഇതുപോലെ ഓരോ ഘട്ടത്തിലും ഇന്നിപ്പോൾ കേരളത്തിൽ ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിലേക്കുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നൊരു സംസ്ഥാനമാണ്. രാഷ്ട്രീയമായി വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ പോലും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ തർക്കിക്കുന്നില്ല. അങ്ങനെ നടക്കുന്ന ഈ കേരളത്തിൽ ഇനി അടുത്തൊരു 50 വർഷക്കാലത്തേക്ക് കേരളം എങ്ങനെയായിരിക്കണം? ഇപ്പോൾ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള വികസന കാര്യങ്ങളിൽ കൊല്ലത്ത് നമ്മുടെ ഈ തുറമുഖത്തിനോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നത്. ഈ തുറമുഖത്തിൻ്റെ വികസനമായാലും വിഴിഞ്ഞം തുറമുഖമായാലും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയാം. കൊല്ലം നഗരവും പോലെ എല്ലായിടത്തും നടക്കുന്ന വികസനങ്ങൾക്ക് അടിസ്ഥാനം കൃത്യമായ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയിലുണ്ടായ മാറ്റങ്ങൾ കേരളത്തിൽ സ്വാംശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന നവകേരള കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ഈ ബീച്ചിൽ തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മഴ ചാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ഒറ്റപ്പെട്ട തുള്ളികളും വരുന്നുണ്ട്. മഴ ഒരു നല്ല ലക്ഷണമാണെങ്കിലും മഴ നനഞ്ഞിരിക്കുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. പ്രത്യേകിച്ച് ഏറ്റവും ആധുനിക സംവിധാനങ്ങളുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തും പ്രകൃതിയോടെ മെല്ലടിക്കാൻ പറ്റില്ല എന്ന് തെളിയിക്കുന്നൊരു സംഭവം ഇന്നിപ്പോൾ അമേരിക്കയിൽ ഹോളിവുഡിൻ്റെ കേന്ദ്രത്തിൽ നടക്കുകയാണ്. അത് അവിടുത്തെ കാട്ടുതീയാണ്. ലോസ് ആഞ്ചൽസിലെ കാട്ടുതീ 60,000 ഹെക്ടറോ ഏക്കറോ കത്തിക്കരിയുകയും പ്രമുഖരായ സിനിമാ താരങ്ങളുടെ ഉൾപ്പെടെ വീടുകൾ 10,000-ഓളം വീടുകൾ കത്തിനശിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവിടുന്ന് മാറിപ്പോകേണ്ടി വരികയും 1,20,00,000 ജനസംഖ്യയുള്ള ഒരു നഗരം ഏകദേശം അതിൻ്റെ നല്ലൊരു ഭാഗവും കത്തിമാറുകയും ചെയ്ത പ്രകൃതിയുടെ ഏറ്റവും ശക്തമായ ആക്രമണം നടക്കുന്ന ഒരു സംഭവം അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രകൃതിയെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല, പ്രകൃതിയോടെ ചേർന്ന് ജീവിക്കണമെന്ന കാഴ്ചപ്പാട് നടപ്പിലാക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഞാനത് പറഞ്ഞത് സന്ദർഭവശാൽ പറഞ്ഞതാണ്. അതുകൊണ്ട് മഴയും വെയിലും ഒക്കെ ഉണ്ടാവുകയും ശക്തമായ പ്രകൃതിയും സുന്ദരമായ കാലാവസ്ഥയും ഒക്കെ നിലനിൽക്കുവാൻ പ്രകൃതിയോടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിലാണ് അഭിമാനത്തോടുകൂടി ഞാൻ ഇക്കാര്യം പറഞ്ഞത്. ഞങ്ങൾ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന നിരവധി പരിപാടികളിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതിയെപ്പറ്റി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം നമ്മുടെ ജില്ലയിലെ എല്ലാ വീടുകളിലും നമ്മുടെ കൊല്ലം ശുചിത്വ കൊല്ലം എന്നൊരു ക്യാമ്പയിനുമായി വീടുകളിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വീടുകളിൽ നമ്മുടെ നാട്ടിൻപുറത്ത് ശുചിത്വ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും.
അതിനൊപ്പം എല്ലാ വീടുകളിലും ഒരു വൃക്ഷത്തൈ നൽകുവാനും കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായി ഒരു ഓർമ്മമരം നട്ടുപിടിപ്പിക്കുവാനും പാർട്ടിക്ക് സ്ഥലമുള്ള ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാലിയേറ്റീവ് കെയർ നിൽക്കുന്ന കൊട്ടിയം പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒരു മിയാവാക്കി വനം പിടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സമയത്ത് പറയേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. ഈ സമ്മേളനം കേവലം ഞങ്ങളുടെ സംഘടനാ സമ്മേളനം എന്ന നിലയിൽ ചർച്ച ചെയ്ത് പിരിയാൻ വേണ്ടി മാത്രമല്ല, കേരളത്തെ സംരക്ഷിക്കുവാൻ, രാജ്യത്തെ സംരക്ഷിക്കുവാൻ, പ്രകൃതിയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ പറഞ്ഞതും ലോസ് ആഞ്ചൽസിൽ അമേരിക്കയിൽ നടക്കുന്ന ഈ പ്രകൃതിയുടെ കടുത്ത ആക്രമണത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ പ്രകൃതിയും നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ ജീവിതവും ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, സംരക്ഷിച്ചേ പോകാൻ പറ്റൂ. മനുഷ്യന് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആ കാഴ്ചപ്പാട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ മുഴുവൻ ആളുകളുടെയും എല്ലാ പിന്തുണയും ഈ സമ്മേളനത്തിന് ഉണ്ടാകണം. അതിൻ്റെ ആദ്യ പൊതുപരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. സ്വാഗത സംഘം നേരത്തെ നടന്നു. സ്വാഗത സംഘം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുത്തുകൊണ്ടാണ്, ബാക്കി എല്ലാ നേതാക്കന്മാരും പങ്കെടുത്താണ് നടന്നത്. അതിനുശേഷം ഈ സമ്മേളനം പ്രഖ്യാപിച്ച് മാർച്ച് 6 മുതൽ 9 വരെ നടക്കുന്ന സമ്മേളനം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ റാലിയോടുകൂടി 25,000 റെഡ് വാളണ്ടിയർമാർ പങ്കെടുക്കുന്ന വലിയ റെഡ് വാളണ്ടിയർ മാർച്ചോടുകൂടി നടക്കുന്ന ആ സമ്മേളനത്തിൻ്റെ ആകെ പ്രചരണത്തിന് സഹായകരമായ ലോഗോ പ്രദർശിപ്പിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ആ ലോഗോ പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാവും. ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും, കേട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളും അവരുടെ കൂടി സമ്മേളനമാണിത് എന്ന് ഏറ്റെടുക്കുവാൻ വേണ്ടി, അവരുടെ കൂടി പ്രവർത്തനങ്ങളാണിത് എന്ന് ഉൾക്കൊള്ളുവാൻ വേണ്ടി അവരുടെ എല്ലാം പിന്തുണ ഈ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, പ്രകൃതിയെ സംബന്ധിച്ച് പറഞ്ഞു, വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞു. ആ കാര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. എല്ലാവർക്കും ജീവിതം മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ, അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണം. വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും സജീവമായി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലോഗോ പ്രകാശിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സുഹൃത്തുക്കളെയും സഖാക്കളെയും സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത മറ്റുള്ളവർ സംസാരിക്കുന്നില്ല. ആശംസ അർപ്പിച്ചുകൊണ്ട് ശ്രീമാൻ അശോക് ചെരുവിൽ സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അതിനുശേഷം ലോഗോ പ്രകാശനം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന CPIMൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് S. സുദേവൻ, ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി N. ബാലഗോപാലൻ, വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, പ്രത്യേകിച്ചും മുകേഷ് MLA, ബഹുമാനപ്പെട്ട മേയർ, മറ്റേ നൗഷാദ് MLA, മറ്റ് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, സഹോദരന്മാരെ, കൊല്ലത്ത് നടക്കാൻ പോകുന്ന CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കം എന്നുള്ള നിലയിൽ ഊർജ്ജസ്വലമായ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കമായിട്ട് ലോഗോ പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് ബാലഗോപാലൻ സൂചിപ്പിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMൻ്റെ സമ്മേളനങ്ങൾ ഓരോ 3 കൊല്ലം കൂടുമ്പോഴും നടക്കുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, രാജ്യത്തെ പുറത്തുള്ള, ഞാൻ വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മാത്രമല്ല പുറത്തും ജനാധിപത്യ വിശ്വാസികൾ ധാരാളമുണ്ട് എന്നാണ്. പാർട്ടിക്കകത്തുള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയുടെ നയവും പരിപാടിയും ആലോചിക്കുന്ന പ്രവർത്തന പരിപാടികൾ, കഴിഞ്ഞ കാലഘട്ടത്തിലെ പരിപാടികൾ, അതിലെ പോരായ്മകളും അതിലെ പ്രതീക്ഷകളും ഒക്കെ തന്നെ വിലയിരുത്തുകയും ഭാവിയെ സംബന്ധിച്ചുള്ള നേതൃത്വവും ഒക്കെ തന്നെ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ്. പക്ഷേ അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പുറത്തുള്ള മറ്റു പാർട്ടികളും മറ്റുമൊക്കെയുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ സമ്മേളനങ്ങൾ വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമായിട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. കാരണം അത് വെല്ലുവിളിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗർഭാഗ്യകരമായ സംഗതി. അതുകൊണ്ട് അതിനെ പിന്തുണയ്ക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ധാരാളം ആളുകൾ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്.
അപ്പോൾ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടക്കുന്നത് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ്. പാർട്ടിയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ, സമ്മേളന കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഘടകങ്ങളിൽ ബ്രാഞ്ച് തലം തൊട്ട് ലോക്കൽ ഏരിയ, ജില്ല എന്നിങ്ങനെ സംസ്ഥാനം, അവസാനം പാർട്ടി കോൺഗ്രസ് എന്ന വിവിധ തലങ്ങളിൽ കൂടിയിരുന്നു കൊണ്ട് സാധാരണക്കാരായ മനുഷ്യർ, ഇപ്പോൾ ബ്രാഞ്ചിലൊക്കെ പങ്കെടുക്കുന്നത്, ലോക്കലിലൊക്കെ പങ്കെടുക്കുന്നത് സാമാന്യ മനുഷ്യരാണ്, അധ്വാനിക്കുന്ന മനുഷ്യരാണ്, തൊഴിലാളികളാണ്, കൃഷിക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഒന്നിച്ചിരുന്ന് ഈ രാജ്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു, ഈ ലോകത്തെക്കുറിച്ച് ആലോചിക്കുന്നു, അതിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. സാമാന്യ മനുഷ്യൻ ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് സാധാരണക്കാരായ തൊഴിലാളികളും കൃഷിക്കാരും രാജ്യത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും അതിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. കാരണം രാജ്യത്തുണ്ടാകുന്ന നിയമങ്ങൾ, പരിഷ്കാരങ്ങൾ, പരിവർത്തനങ്ങൾ, മറ്റു സംഗതികൾ എല്ലാത്തിൻ്റെയും ബലം അനുഭവിക്കുന്ന, അതൊക്കെ തന്നെ പ്രതിഫലിക്കുന്ന ജീവിതമാണ് അവരുടേത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലയിൽ അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയും അത് നിർഭയം വളരെ കൃത്യമായി ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതിയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് പലപ്പോഴും വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വികസന പരിപാടികളായാലും നിയമനിർമ്മാണമാകുമ്പോഴും അവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. അത് നിയമനിർമ്മാണങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ തിരിച്ചടി ഉണ്ടാകുന്നത് പോലെ പലതും രാജ്യത്ത് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഉന്നയിക്കപ്പെടുന്നു, അതിനനുസരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, അതിനനുസരിച്ച് നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ തന്നെ അപൂർവമായി നടക്കുന്ന ഒരു സംഗതിയാണ്. ജനാധിപത്യ പാർട്ടികൾ എന്നൊക്കെ അറിയപ്പെടുന്ന നേരത്തെ ബഹുമാനപ്പെട്ട ധനകാര്യപത്രി സൂചിപ്പിക്കുകയുണ്ടായി. പല പാർട്ടികൾക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം, ഈ സമ്മേളനങ്ങളോടൊക്കെ അനുബന്ധമായി നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും ചരിത്രത്തെ അവലോകനം ചെയ്യുന്നതിനും പഠിക്കുന്നതിനും സമൂഹത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് പലതരത്തിലുള്ള ചർച്ചകളും സിമ്പോസികളൊക്കെ നടത്തുന്നതിന് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ അഖിലേന്ത്യാ തലം വരെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. നിരവധി ആയിരക്കണക്കിന് സിമ്പോസിയങ്ങൾ, ചർച്ചകൾ, സെമിനാറുകൾ, അതിലൊക്കെ തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത അഭിപ്രായമുള്ളവർ എല്ലാവരും പങ്കെടുക്കുകയാണ്. ഇതും ജനാധിപത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒരു വലിയ സംഭാവനയാണ്. ഞാൻ ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. നമ്മുടെ ലോകപ്രകാശനം ചെയ്യേണ്ടതുണ്ട്, അത് നടന്നിട്ടില്ല. കൊല്ലത്ത് ഈ സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു സംഗതിയാണ്. കാരണം കൊല്ലം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൊഴിലാളി വർഗ മുന്നേറ്റത്തിൻ്റെ നിരവധി ചരിത്രം തുടിച്ചു നിൽക്കുന്ന ഒരു പ്രദേശമാണ് കൊല്ലം. സാമാന്യ പരമ്പരാഗത തൊഴിലാളി മേഖലകളിലൊക്കെ വലിയ കുതിപ്പുണ്ടാവുകയും ഒക്കെ ചെയ്തതാണ്. മാത്രമല്ല രാഷ്ട്രീയ പ്രബുദ്ധമായ ജനസമൂഹം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് കൊല്ലം. അത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കൊല്ലത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകളുടെയും ഒക്കെ പ്രവർത്തനം, ത്യാഗോജ്വലമായ സമരങ്ങൾ. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഈ സമ്മേളന കാലയളവിൽ ചർച്ചാ വിഷയമാകണം. കാരണം ഒരു പ്രദേശത്ത് ഒരു പാർട്ടി സമ്മേളനം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമകാലീന ജീവിതം മാത്രമല്ല, സമകാലീന സാമൂഹിക അനുഭവങ്ങൾ മാത്രമല്ല, ഇവിടേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ള ചരിത്ര അനുഭവങ്ങൾ കൂടി നമ്മൾ പഠിച്ചുകൊണ്ടാവണം മുന്നോട്ട് പോകുന്നത്. കൊല്ലത്തിന് വലിയൊരു ചരിത്രമുണ്ട്. കേരളത്തിന് തന്നെ മാതൃകയാക്കാവുന്ന, കേരളത്തിന് തന്നെ വിസ്തരിച്ച് പഠിക്കാവുന്ന ഒരു ചരിത്രം, ഉജ്ജ്വലമായ ചരിത്രമുണ്ട്. ഞാനിത് വളരെ ആവശ്യകരമായിട്ട് പലപ്പോഴും വായിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെയൊക്കെ തന്നെ ആത്മകഥ, ജീവചരിത്രമൊക്കെ വായിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരു ഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനിയായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആത്മകഥ വായിക്കുകയുണ്ടായി. അപ്പോഴാണ് തിരുവിതാംകൂറിലെ സ്വാതന്ത്ര്യ സമര ചരിത്രം, അതിൽ തന്നെ തൊഴിലാളികൾ വഹിച്ച പങ്ക്, ജനസാമാന്യം വഹിച്ച പങ്ക്, പലപ്പോഴും കൊല്ലത്തെ തൊഴിലാളികൾ സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വത്തെ തിരുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൃത്യമായ രേഖകൾ കുമ്പളത്ത് ശങ്കുപിള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കൃത്യമായി പറയുന്നുണ്ട്. സാധാരണ ശങ്കുപിള്ള തൊഴിലാളികൾ, സാമാന്യ മനുഷ്യൻ്റോടൊപ്പം നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ കൂടിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു.
അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് തൊഴിലാളി കർഷക പ്രസ്ഥാനമൊക്കെ തന്നെ കൊല്ലത്തുണ്ടായത്. അതിൻ്റെ തന്നെ ഉത്കൃഷ്ടമായൊരു തുടർച്ചയും സദ്ബലവുമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ചും CPIM. അപ്പോൾ അതിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തെ കൂടി സ്മരിച്ചുകൊണ്ടായിരിക്കണം ഇവിടെ നടക്കുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ സമ്മേളനം കൊല്ലത്തെ ഒരു ചരിത്രഗതിയിൽ നിർണായകമായ സ്വാധീനങ്ങൾ ഉണ്ടാകട്ടെ. ജനാധിപത്യപരമായ ഒരു ആശയ പരിസരം ഉജ്ജ്വലിപ്പിക്കാൻ ഈ സമ്മേളനത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. പ്രിയമുള്ളവരെ, കാലവും ചരിത്രവും സാക്ഷിയാകുന്ന നിമിഷങ്ങൾ വരാൻ പോവുകയാണ്. കയറിൻ്റെയും കൈത്തറിയുടെയും നാട്ടിൽ, കശുവണ്ടിയുടെയും സമരപുളകങ്ങളുടെയും നാട്ടിൽ, കായലിനെയും കടലിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് സമരപുളകങ്ങളുടെ വസന്തമായി തീരുന്ന ഒരു മുദ്ര ഇവിടെ പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി വിദ്യാർത്ഥി യുവജന സമരങ്ങളിലൂടെ സ്ഫുടഭാഗം ചെയ്തെടുത്ത കേരളത്തിന്റെ തികഞ്ഞ വ്യക്തിത്വം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും സഖാവ് അശോകൻ ചെരുവിലടങ്ങപ്പെടുന്ന പ്രഗത്ഭരടങ്ങുന്ന ഈ വേദി ഈ മുദ്ര പ്രകാശനം ചെയ്യുന്നു. ഈ മുദ്ര തയ്യാറാക്കിയത് പ്രമുഖ ഗ്രാഫിക് ഡിസൈനർ ആയിട്ടുള്ള സൈനിൽ ആബിദ് ആണ്. ഈ മുദ്ര പ്രകാശനം ചെയ്യുമ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ തബലയുടെ ശബ്ദം സംഗീതമായി നമ്മുടെ മുന്നിലേക്ക് പൊഴിക്കുന്നത് കൊല്ലം ശ്രീനാരായണ കോളേജിലെ സഖാവ് ആദർശ് M. ബാബു ആണ്.
നന്ദി രേഖപ്പെടുത്തുന്നതിന് സഹ ഡി ജയകുമാറിന് ക്ഷണം. പ്രിയമുള്ള സഹാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട കവി കുരിപ്പുഴ ശ്രീകുമാർ ഇവിടെ ഉടൻ എത്തിച്ചേരുമെന്ന് പറയുന്നുണ്ട്. ആ സഖാവിൻ്റെ കവിത കൂടി കേട്ടിട്ടേ പോകാവൂ. തുടർന്ന് നമ്മുടെ വനിതാ കോളേജിലെ വിദ്യാർത്ഥിനികളുടെ അപ്പോൾ പിന്നെ എല്ലാവരും കാത്തിരുന്ന ആശംസ അർപ്പിച്ചുകൊണ്ട് ഒരു കവിത കൂടി കുരിപ്പുഴ ശ്രീകുമാർ ചൊല്ലും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും. വളരെ കാലത്തിന് ശേഷമാണ് കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. അന്ന് ഗുരുദാസൻ സഖാവ് സെക്രട്ടറി ആയിരുന്നൊരു കാലം അന്ന് നടത്തിയ സാംസ്കാരിക സമ്മേളനവും അന്നത്തെ കവിത വായനയും എല്ലാം ഞാൻ ഇന്നലത്തെ പോലെ തന്നെ ഓർക്കുന്നു. അതിനേക്കാളൊക്കെ അതിഗംഭീരമായിട്ട് ഈ സമ്മേളനം നടക്കും എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാം പ്രത്യാശ. തീർച്ചയായിട്ടും എല്ലാവിധ വിജയവും ആശംസിക്കുന്നു. ഇന്ന് ലോഗോ പ്രകാശനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമ്മേളനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം മഹാകവി കുമാരനാശാൻ മരിച്ചിട്ട് 100 വർഷം തികയുന്ന ഒരു സമയമാണ്. കായിക്കരിയിൽ നിന്നും ഒരു നവോത്ഥാന സന്ദേശ യാത്ര പല്ലനയിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. ആ യാത്രയ്ക്കിട്ടിരിക്കുന്ന പേര് നവോത്ഥാന സന്ദേശ യാത്ര എന്നാണ്. നാരായണ ഗുരുവും പൊയ്കലപ്പച്ചനും മഹാകവി കുമാരനാശാനും സി കേശവനും സഹോദരൻ അയ്യപ്പനും എല്ലാവരും ചേർന്ന് മുന്നോട്ട് വെച്ച നമ്മുടെ നവോത്ഥാന പരിശ്രമങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം. ഇതാണ് ആ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. മാറിപ്പോവാണ്. ഏറ്റവും പുതിയ ചർച്ച, ഞാൻ ഇന്നലെ പടയണിയുടെ ആചാര്യനായ കടമറ്റ വാസുദേവൻപിള്ളയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഷർട്ടിട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള നിലപാടാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയൊരു മുഖ്യമന്ത്രിയൊക്കെ നമുക്കുണ്ട്. ഇനി പോകണമെന്നുള്ളവർക്ക് കയറണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഉടുപ്പിട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാം. പുതിയ പുതിയ അന്ധവിശ്വാസങ്ങളെ മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ദൈവം മൈക്കാണെന്ന് വിചാരിക്കുന്ന അമ്പലം ഭാരവാഹികൾ, ശബ്ദം ഉയർത്തിയുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന ദൈവത്തിൻ്റെ അഴിക്കെത്താനെന്ന് കരുതുന്ന പെന്തക്കോസ്തുകാരും അതുപോലെയുള്ള ആരാധനാലയങ്ങളുടെ ആൾക്കാരും, ഇതൊക്കെ പുതിയ പുതിയ അന്ധവിശ്വാസങ്ങളാണ്. 13 എന്നൊരു നമ്പർ പുതിയൊരു അന്ധവിശ്വാസമാണ് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിരവധി അന്ധവിശ്വാസങ്ങളോടും പൊരുതേണ്ടുന്ന കാര്യം നമുക്കുണ്ട്. കാര്യം മുമ്പേ പോയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അങ്ങനെ ചെയ്തു വരാം. AKG ഗുരുവായൂർ അമ്പലത്തിന് മുന്നിൽ നിരാഹാരമിരുന്ന ഒരു സഖാവായിരുന്നു. P. കൃഷ്ണപിള്ള തല്ല് വാങ്ങിച്ച സഖാവായിരുന്നു, സഖാവ് കൃഷ്ണപിള്ള. AKG തന്നെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ നടന്നു പോകാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ സഖാവായിരുന്നു. അപ്പോൾ രാഷ്ട്രീയം കാര്യങ്ങൾ മാത്രമല്ല, സാംസ്കാരിക രംഗത്തും വലിയ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഈ സമ്മേളനത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതേ വേദിയിൽ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയൊരു സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരൻ അത്യുച്ചത്തിൽ കുറേ പാട്ടുകൾ പാടി. അതിലൊരു പാട്ട് താരകപ്പെണ്ണാളെ എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ആ പാട്ട് പാടിയ PS ബാനർജി കഴിഞ്ഞ കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ടു പോയി. ബാനർജിയെ ഓർമ്മിക്കുന്ന ഒരു കവിതയായിരിക്കാം എന്ന് ഇവിടെ ഉചിതം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ കവിത ചൊല്ലാനായിട്ട് തുടങ്ങുമ്പോഴൊക്കെ ബാനർജി ഇങ്ങനെ നിന്ന് ഈ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഉച്ചത്തിൽ കവിത ചൊല്ലിയത്, നാടൻപാട്ടി ചൊല്ലിയത് എൻ്റെ മനസ്സിലുണ്ട്. ബാനർജി പെരുമ എന്നാണ് ഈ കവിതയുടെ പേര്. ഡ്രാഗൺ ഫ്രൂട്ടിൻ ഉൾച്ചുവപ്പിൽ ബാനർജി പാട്ട്, ചീട്ടെടുക്കും തത്തച്ചുണ്ടിൽ ബാനർജി പാട്ട്, അമ്മ തുപ്പും വെറ്റേ മാനിൽ ബാനർജി പാട്ട്,
ചെങ്കരിക്കിൽ കോവൽപ്പൂവിൽ ബാനർജി പാട്ട്. താഗതൈ തക താഗതൈ തക താഗതൈ തകതോം താഗതൈ തക താഗതൈ തക താഗതൈ തകതോം. പാൽമുലയിൽ പച്ച തേച്ച പപ്പായ ചോട്ടിൽ കാക്ക കൊത്തിക്കൊണ്ടുവന്ന തെച്ചിക്കമ്മലിൽ കാട്ടുമൈന കാവൽ നിൽക്കും മഞ്ചാടിക്കൊമ്പിൽ ടോർച്ചടിക്കും വെട്ടമായി ബാനർജി പാട്ട്. താഗതൈ തക താഗതൈ തക താഗതൈ തകതോം താഗതൈ തക താഗതൈ തക താഗതൈ തകതോം. കായലിൽ വീശുകാർ വള്ളപ്പടിയിൽ കൊട്ടും ആദിമ താളത്തിലെത്തും പെരുമീൻ പോലെ. ഈർച്ചവാളിൻ മൂർച്ചയുള്ള വാക്കുതുള്ളിച്ച് കാറ്റിനൊപ്പം കത്തിരാകും ബാനർജി പാട്ട്. താഗതൈ തക താഗതൈ തക താഗതൈ തകതോം താഗതൈ തക താഗതൈ തക താഗതൈ തകതോം. വാഴത്തോട്ടം കണ്ടു ഞാൻ നടക്കുമ്പോൾ താഴയായി കാന്താരി പോലെ താരകപ്പെണ്ണ് കല്ലമാല മുറിച്ചിട്ട പുൽപ്പരപ്പിന്മേൽ വില്ലുവണ്ടിയേറി വന്ന റൗക്കവെൺമകൾ. താഗതൈ തക താഗതൈ തക താഗതൈ തകതോം താഗതൈ തക താഗതൈ തക താഗതൈ തകതോം. നീലവാനിൽ വെള്ളിമേഘം ചിന്തയും ചിരിയും കൂട്ടി കാർട്ടൂൺ വരയ്ക്കുന്ന മാർച്ചിലുച്ചയ്ക്ക് പൂത്തു നിൽക്കും കവുങ്ങിൻ്റെ ഇത്തിരി ചോട്ടിൽ ചാറ്റുപോലെ ചലിക്കുന്നു ബാനർജി പാട്ട്. താഗതൈ തക താഗതൈ തക താഗതൈ തകതോം താഗതൈ തക താഗതൈ തക താഗതൈ തകതോം. പാട്ടിലെല്ലാം പച്ചമാംസം മണക്കുന്നുണ്ട്, വിയർപ്പു ചിന്തിപ്പോയ കാലം തകർക്കുന്നുണ്ട്. ചെണ്ടയിൽ സഞ്ചാരമാർഗം പൊലിക്കുന്നുണ്ട്, തൊണ്ടയിൽ തീയുണ്ട്, തേനുണ്ട്, ആർദ്രതയുണ്ട്. താഗതൈ തക താഗതൈ തക താഗതൈ തകതോം താഗതൈ തക താഗതൈ തക താഗതൈ തകതോം. കണ്ടു നിൽക്കും കാഞ്ഞിരത്തിൻ ചില്ലകൾ തോറും മിണ്ടി മിണ്ടിയിരിക്കുന്ന പ്രാക്കളെ നോക്കി മുന്തിരി പന്ത കെട്ടുന്നു ബാനർജി കൂട്ട്, ചിന്തയിൽ കൂടൊരുക്കുന്നു ബാനർജി പാട്ട്. താഗതൈ തക താഗതൈ തക താഗതൈ തകതോം താഗതൈ തക താഗതൈ തക താഗതൈ തകതോം. കണ്ണു രണ്ടും അടയ്ക്കുമ്പോൾ കുന്നിറങ്ങുന്നു മഞ്ഞുറഞ്ഞ് നെഞ്ചുടഞ്ഞ് നന്ദുണിപ്പാട്ട്. കണ്ണടച്ച് കാതടച്ച് കൺമണിപ്പാട്ട്, ദിക്കുടച്ച് വക്കുടച്ച് ബോബ് മാർലി പാട്ട്. താഗതൈ തക താഗതൈ തക താഗതൈ തകതോം താഗതൈ തക താഗതൈ തക താഗതൈ തകതോം. എനിക്ക് 7 വയസ്സ് വീതം പ്രായമുള്ള 2 കൊച്ചുമക്കളുണ്ട്. ഇവരെ കയ്യിൽ കിട്ടുന്ന പൈസ എല്ലാം വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു കുടുക്കയിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് കാശുണ്ടാക്കാനായിട്ട് വെച്ചിരിക്കുന്ന കുടുക്കയാണ്. അപ്പോൾ അവർ കാണാൻ ഇപ്പോൾ ഒന്നും പൈസ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അവർ അപ്പോഴത്തേനും അത് വായിച്ച കുടുക്ക കൊണ്ടുവന്ന് ഇടും. ഈ സംസ്ഥാന സമ്മേളനം ശൂരനാടിൻ്റെ പാരമ്പര്യമുള്ള, കടയ്ക്കൽ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള വലിയ പോരാട്ടങ്ങൾ, വിദ്യാർത്ഥി സമരങ്ങൾ, അധ്യാപക സമരങ്ങൾ, കശുവണ്ടി സമരങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സമരങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി സമരങ്ങളുടെ വലിയ സമര പാരമ്പര്യമുള്ള, പോരാട്ട പാരമ്പര്യമുള്ള ദേശീയനാട്ട് വെച്ച് നടക്കാൻ പോകുന്ന ഈ സമ്മേളനം വലിയ വിജയമാക്കുവാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.